നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്ന, ഗുരുവായൂരപ്പനെ ഭക്തിയോടെ ആരാധിക്കുന്ന ഓരോരുത്തരുടെയും ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഗുരുവായൂരപ്പനെ ദർശനം ചെയ്യുക എന്നുള്ളത്. ഭാഗ്യവശാലോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടോ എനിക്കെപ്പോഴും സാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഗുരുവായൂരപ്പനെ സദാസമയവും പ്രാർത്ഥിക്കുവാനും അവിടുത്തെ അനുഗ്രഹം നേടുവാനും സാധിച്ചതുകൊണ്ടാണ് ഒരുപാട് ഗീതാവചനങ്ങൾ നിങ്ങൾക്കും പറഞ്ഞു തരാൻ സാധിച്ചത്. ആ കൂട്ടത്തിൽ ഗീതാവചനങ്ങൾ സംസാരിക്കുന്ന ഒരു സമയത്ത് ഭഗവാനോട് നമ്മുടെ സങ്കടങ്ങൾ പറയുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു ഭക്ത, ഗുരുവായൂരപ്പനെ ഏറെ സ്നേഹിക്കുന്ന ഒരു ഭക്ത പറയുകയുണ്ടായി, ഗുരുവായൂർ പോയാൽ കൃത്യമായി തൊടാൻ സാധിക്കുന്നില്ല, അവിടെ നടക്കൽ ചെല്ലുമ്പോൾ തന്നെ അവർ നമ്മളെ ഓടിപ്പിച്ച് വിടുകയാണ് എന്നൊക്കെ. സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെപ്പോലെ തന്നെ ലക്ഷക്കണക്കിന് ആരാധകർ, ഭഗവാന്റെ ഭക്തരാണ് ഗുരുവായൂരിലേക്ക് ഒഴുകിയെത്തുക. ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന ഭക്തജന തിരക്കാണ് ഗുരുവായൂർ. മുൻകാലങ്ങളിലൊക്കെ എല്ലാ ദിവസവും ഉള്ളിൽ കയറി തൊഴുതിരുന്ന എനിക്കൊക്കെ ഇപ്പോൾ ആ കൊടിമരത്തിൻ്റെ അവിടെയോ അതുമല്ല എങ്കിൽ ദീപസ്തംഭത്തിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ഇപ്പോൾ തൊഴുവാൻ സാധിക്കുക. കാരണം അകത്ത് കയറുവാനുള്ള സമയപരിമിതി നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥയുണ്ട്. ഗുരുവായൂർ പോയാൽ ഏതെങ്കിലും തരത്തിലുള്ള മാർഗം ഉപയോഗിച്ച് അകത്ത് കയറുവാൻ സാധിക്കും. അവിടുത്തെ ആൾക്കാരെ, എനിക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുണ്ട്, അവിടുത്തെ സ്റ്റാഫുകളായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരൊന്നും നമ്മളൊരിക്കലും സമീപിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ തൊഴാനുള്ള ഒരു കുറുക്കുവഴി നമ്മൾ സംഘടിപ്പിക്കാറില്ല. ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പലപ്പോഴും അവിടെ പുറത്തു നിന്നാണെങ്കിലും വളരെ നേരം നാമം ജപിച്ചുകൊണ്ട് തൊഴുത് പ്രാർത്ഥിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. വളഞ്ഞ വഴിയിലൂടെ ഭഗവാനെ കാണണമെന്ന് എൻ്റെ ഉള്ളിലൊരു ചിന്ത പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം എല്ലാ ദിവസവും വളരെയധികം ഭക്തജന തിരക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്രകാരം അവിടെ നിന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുവാൻ സാധിക്കില്ല. അതിന് അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതിലുള്ള ഒരുപാട് ആൾക്കാർ, എനിക്കറിയാവുന്നവർ, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവിടെയുള്ള സ്റ്റാഫുകളെ നമുക്ക് ഒരു കാരണവശാലും കുറ്റം പറയാൻ കഴിയില്ല. നമ്മൾ പറയുമല്ലോ, ഞങ്ങൾ ചെന്നപ്പോൾ ഭക്തരോട് വളരെ മോശമായിട്ട് പെരുമാറി എന്നൊക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ട, അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാവിലെ മുതൽ പല സന്ദർഭങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നവർ പല വിധത്തിലുള്ളതായ ആൾക്കാരെ കാണുകയും എത്ര പറഞ്ഞാലും ഭക്തർക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഗുരുവായൂരപ്പനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം, എന്നാലും എത്ര പറഞ്ഞാലും അവർ പലപ്പോഴും ഭക്തജനങ്ങൾ അവിടെ അന്തരീക്ഷത്തിന് ഉപദ്രവമാകുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ വരുമ്പോൾ പല സ്റ്റാഫുകളുടെയും നിയന്ത്രണം തന്നെ വിട്ടുപോകുന്നൊരവസ്ഥയുണ്ടാവും. അവർ മനുഷ്യരാണല്ലോ, അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നും നമ്മൾ ചിന്തിക്കണം. അവർക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല. യഥാർത്ഥത്തിൽ ഞാനൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ കയറാൻ സാധിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അത്ര തിരക്കായതുകൊണ്ട് പലപ്പോഴും ആ ഭഗവതി അമ്പലത്തിൻ്റെയോ അല്ലെങ്കിൽ പടിഞ്ഞാറൻ നടക്കിലൂടെയോ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് 4 പ്രദക്ഷിണമൊക്കെ ചെയ്ത് തൊഴുതതിന് ശേഷം ഏതെങ്കിലും ഒരു ഭാഗത്ത്, എവിടെ ഇരുന്നാലും എല്ലാം ഗുരുവായൂരപ്പൻ്റെ സന്നിധി തന്നെയാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഭാഗത്തിരുന്ന് കൃത്യമായി നാമജപം ചെയ്യാനും ഭഗവാനെ നല്ലതുപോലെ പ്രാർത്ഥിക്കുവാനും സാധിക്കും. ഒടുവിൽ ആ ദീപസ്തംഭത്തിൻ്റെയും വെളിയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നടക്കിൽ നിന്ന് അകലെയാണ് ഭഗവാൻ. ഒരു വിളക്കെങ്കിലും, ഒരു ഗോപിയിൽ നിന്ന് ആ വിളക്കിൻ്റെ ദീപപ്രഭയാൽ വരുന്നൊരു ജ്വലനമെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിലും ഭഗവാനെ വളരെ നേരം നിന്ന് നാമജപത്തോടുകൂടിയും നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയാൻ നമുക്ക് സാധിക്കും. ശ്രീലകത്തിൻ്റെ ഏറ്റവും മുൻപിൽ പോയി നിന്ന് ഇത് പറയുക, സങ്കടങ്ങൾ ഉണർത്തിക്കുക, ഭഗവാനോട് അതൊക്കെ നമ്മുടെ ആ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഒരു 10 മിനിറ്റെങ്കിലും ഒരു ഭക്തർക്ക് കൊടുക്കേണ്ടി വരാം. പക്ഷേ ഈ 10 മിനിറ്റ് കൊണ്ട് ഒരു ഭക്തൻ തൊഴുതു കഴിഞ്ഞാൽ ആ പിന്നാലെ വരുന്ന ഓരോ ഭക്തർക്കും 10 മിനിറ്റ് കൊടുക്കുകയോ വേണ്ട, 1 നിമിഷം കൊടുക്കുകയോ 1 മിനിറ്റ് കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു പക്ഷേ ഈ ഗുരുവായൂരമ്പലത്തിൻ്റെ നട അടയ്ക്കുവാൻ സാധിക്കാത്തത്രയും ഭക്തജനങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാ ഗുരുവായൂരപ്പൻ്റെ ഭക്തരും പരമാവധി ആ നടക്കിൽ പോയി നിൽക്കുന്ന സമയത്ത് 1 നിമിഷം, 1 സെക്കൻഡ് കൊണ്ട് അങ്ങോട്ട് കണ്ണിൽ നിന്ന് മാഞ്ഞാലും ഭഗവാൻ നമ്മുടെ ഉള്ളിൽ നിറവേറി നിന്നു. ഭഗവാൻ അത് മതി. നമ്മൾ ആ 1 നിമിഷം കൊണ്ട് കണ്ട കാഴ്ചയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ എവിടെ നിന്നാലും കണ്ണടച്ചാൽ നമുക്ക് ഭഗവാന്റെ രൂപം കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഗുരുവായൂരമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഭഗവാനെ 1 നിമിഷം കണ്ടാൽ മതി എന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കാവുള്ളൂ. ഇനിയുള്ള കാലങ്ങളിൽ ഭഗവാന്റെ ഭക്തജനങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ്. അത്രയും കൂടി വരുന്ന സമയത്തൊക്കെ നമുക്ക് ഗുരുവായൂരപ്പനെ മണിക്കൂറുകളോളം നിന്ന് തൊഴാനോ സങ്കടങ്ങൾ ഉണർത്തിക്കുവാനോ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ആ 1 നിമിഷത്തെ ആ കണ്ണിന് കിട്ടിയ സൗഭാഗ്യം തന്നെ ആത്മനിർവൃതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരമാവധി ഗുരുവായൂർ അമ്പലത്തിൻ്റെ സമീപങ്ങളിൽ എവിടെ ഇരുന്നിട്ടാണെങ്കിലും നാമജപവും പ്രാർത്ഥനയും ചെയ്യുക.
ഭഗവാൻ ഗുരുവായൂരപ്പൻ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അതേ ചൈതന്യം തന്നെ നമുക്ക് ചുറ്റുമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഗുരുവായൂരമ്പലത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് നാമം ജപിച്ചാലും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും വിഷമിക്കാതെ, ഗുരുവായൂരപ്പനെ കുറേ നേരം കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടപ്പെടാതെ സദാസമയവും നാമജപത്തോടുകൂടി ഇരിക്കുക. ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ദർശനം സൗഭാഗ്യം തരും.